ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇനി ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? കടലിന്റെ മുകളിൽ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ കാണാം. ആകാശത്ത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറക്കും. എന്നാൽ കടലിന്റെ അടിയിൽ നടക്കുന്ന നീക്കങ്ങൾ പലപ്പോഴും ശത്രുവിന് അറിയാൻ പോലും കഴിയില്ല. അവിടെയാണ് അന്തർവാഹിനികളുടെ യഥാർത്ഥ ശക്തി. ഇപ്പോൾ ആ മേഖലയിൽ ഇന്ത്യ നടത്താൻ പോകുന്ന ഒരു വൻ നീക്കമാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ജർമ്മനിയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സ്വന്തം കപ്പൽ നിർമ്മാണ ശേഷിയും കൂട്ടിച്ചേർത്ത 6 അത്യാധുനിക അന്തർവാഹിനികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള പദ്ധതി. ഇതാണ് പദ്ധതി 75I. ഈ പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രതിരോധ കരാറാണ് ഒരുങ്ങുന്നത്. പഴയ കണക്കുകളിൽ ഏകദേശം 70,000 കോടി രൂപയെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പുതിയ റിപ്പോർട്ടുകളിൽ തുക അതിലും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. പക്ഷേ ഇവിടെ യഥാർത്ഥ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇന്ത്യ ജർമ്മനിയിലേക്ക് തിരിഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇത്രയും വലിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നത്? ഇതിന്റെ പിന്നിൽ ചൈനയെ നേരിടാനുള്ള വലിയ തന്ത്രമുണ്ടോ? ഉത്തരം തേടുമ്പോൾ ഈ പദ്ധതിയുടെ യഥാർത്ഥ വലുപ്പം നമുക്ക് മനസ്സിലാവും. പദ്ധതി 75I എന്നത് വെറും 6 അന്തർവാഹിനികൾ വാങ്ങാനുള്ള പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ ലോകോത്തര അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ശേഷി വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. മുംബൈയിലെ മസഗോൺ കപ്പൽ നിർമ്മാണശാലയും ജർമ്മനിയിലെ ടൈസൺ ഗ്രൂപ്പ് മറൈൻ സംവിധാനങ്ങളും ചേർന്നാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജർമ്മനിയിൽ നിർമ്മിച്ച അന്തർവാഹിനികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ജർമ്മൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നിർമ്മാണ ശേഷിയും ഒരുമിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മോദി സർക്കാർ തുടർച്ചയായി മുന്നോട്ട് വെക്കുന്ന സ്വയം പര്യാപ്തത ഇന്ത്യ എന്ന ലക്ഷ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നായി നമുക്ക് ഈ പദ്ധതിയെ കാണാം. കാരണം ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിരോധ ശേഷി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിലൂടെ മാത്രം ഉണ്ടാകുന്നതല്ല, ആ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് സ്വന്തം രാജ്യത്തിന് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സ്വയം പര്യാപ്തത ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യ ഇതുവരെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ആയുധങ്ങളും അന്തർവാഹിനികളും എല്ലാം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സമീപനം മാറ്റുകയാണ് നമ്മുടെ ഇന്ത്യ. വാങ്ങുന്ന ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന ഇന്ത്യയിലേക്ക്. ഇതാണ് ലക്ഷ്യം. നിർമ്മിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ലോകത്തിന് നൽകുന്ന ഇന്ത്യയിലേക്ക്. ഇതാണ് മോദി സർക്കാരിന്റെ പ്രതിരോധ തന്ത്രത്തിലെ വലിയ മാറ്റം എന്ന് പറയുന്നത്. ഇനി വരാം ഈ അന്തർവാഹിനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയിലേക്ക്. അത് വായു സ്വതന്ത്ര ചലന സാങ്കേതിക വിദ്യയാണ്. അതുപോലെ തന്നെ സാധാരണ ഡീസൽ വൈദ്യുത അന്തർവാഹിനികൾക്ക് ബാറ്ററികൾ പുനഃചാർജ് ചെയ്യുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇടയ്ക്കിടെ ജലോപരിതലത്തോട് അടുത്തിടേണ്ടി വരും. അത് ശത്രുവിന്റെ നിരീക്ഷണ സംവിധാനങ്ങളിൽ പെടാനുള്ള സാധ്യത ഏറെ വർദ്ധിപ്പിക്കും. എന്നാൽ വായു സ്വതന്ത്ര ചലന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന അന്തർവാഹിനികൾക്ക് കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ കഴിയും. അതായത് കൂടുതൽ സമയം ശത്രുവിന്റെ കണ്ണിൽ പെടാതെ കിടക്കാം എന്നർത്ഥം. കൂടുതൽ ദൂരം രഹസ്യമായി സഞ്ചരിക്കാം എന്നർത്ഥം. അതുപോലെ തന്നെ കൂടുതൽ സമയം നിരീക്ഷണം നടത്താം. ആവശ്യമായ സമയത്തെല്ലാം അപ്രതീക്ഷിതമായി ആക്രമണം നടത്താനും കഴിയും. ഇതാണ് ഒരു അന്തർവാഹിനിയുടെ ഏറ്റവും വലിയ ശക്തി. ശത്രുവിന് നിങ്ങളുടെ സ്ഥാനം അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാം. അതാണ് അന്തർവാഹിനി യുദ്ധത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ശേഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ചൈനയുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ള ചൈനയുടെ പ്രതിരോധ സഹകരണവും ഇന്ത്യ സൂക്ഷ്മമായി ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യക്ക് കടലിന്റെ മുകളിൽ മാത്രം ശക്തമായ സാന്നിധ്യം മതിയാകില്ല, കടലിന്റെ അടിയിലും ശക്തമായ സാന്നിധ്യം ആവശ്യമാണ്. ഇവിടെയാണ് മോദി സർക്കാരിന്റെ ഈ നീക്കത്തിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം വ്യക്തമാകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റാരുടെയും കരുണയിൽ ആശ്രയിക്കാതെ സ്വന്തം സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക, അതിന് അന്തർവാഹിനികളുടെ എണ്ണം മാത്രമല്ല അവയുടെ സാങ്കേതിക നിലവാരവും നിർണായകമാണ്. നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭ്യമായ അന്തർവാഹിനികളുടെ എണ്ണം ആവശ്യത്തിന് പര്യാപ്തമല്ലെന്ന ആശങ്ക വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിൽ പലതും പഴക്കം ചെന്നവയാണ്. ഇതിനിടയിലാണ് ഫ്രാൻസിന്റെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യ മസഗോൺ കപ്പൽ നിർമ്മാണശാലയിൽ 6 കൽവരി വിഭാഗം അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്. INS കൽവരി മുതൽ INS വാഷീർ വരെ 6 അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കഴിഞ്ഞു.
അവസാന അന്തർവാഹിനിയായ INS വാക്ഷി 2025 ജനുവരിയിൽ നാവികസേനയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തി. ഇത് ഇന്ത്യയുടെ സ്വന്തം കപ്പൽ നിർമ്മാണ ശേഷിയുടെ വലിയ വിജയമായിരുന്നു. എന്നാൽ അവിടെ കഥ അവസാനിക്കുന്നില്ല. അതിനുശേഷമുള്ള അടുത്ത വലിയ ചുവടുവയ്പ്പാണ് പദ്ധതി 75A. കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യ, വായു സ്വതന്ത്ര ചലന സംവിധാനം, കൂടുതൽ ദൈർഘ്യമുള്ള വെള്ളത്തിനടിയിലുള്ള സാന്നിധ്യം, കൂടുതൽ ശക്തമായ ആയുധ സംവിധാനങ്ങൾ, കൂടുതൽ മികച്ച നിരീക്ഷണ ശേഷി, ഇതെല്ലാം ഒരുമിക്കുന്ന പുതിയ തലമുറയിലെ അന്തർവാഹിനികളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇനി ചോദിക്കാം, എന്തുകൊണ്ട് ജർമ്മനി? ഇതിനു പിന്നിലും വ്യക്തമായ തന്ത്രമുണ്ട്. ജർമ്മനിക്ക് പരമ്പരാഗത അന്തർവാഹിനി നിർമ്മാണത്തിൽ പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ട്. ജർമ്മൻ സ്ഥാപനമായ തൈസൺ ഗ്രൂപ്പ് മറൈൻ സംവിധാനങ്ങൾ ലോകത്തിലെ പ്രമുഖ അന്തർവാഹിനി നിർമ്മാതാക്കളിൽ ഒന്നാണ്. അതിനാൽ ഇന്ത്യക്ക് വേണ്ടത് ഒരു അന്തർവാഹിനി മാത്രമല്ല, സാങ്കേതിക വിദ്യയും അനുഭവവും നിർമ്മാണ ശേഷിയും ഒരുമിച്ചാണ് ഇന്ത്യ തേടുന്നത്. ഇന്ത്യൻ കപ്പൽശാലയിൽ ജർമ്മൻ സാങ്കേതിക വിദ്യ എത്തുന്നു. ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് പുതിയ അറിവുകൾ ലഭിക്കുന്നു. ഇന്ത്യൻ തൊഴിലാളികൾക്ക് പുതിയ പരിശീലനം ലഭിക്കുന്നു. ഇന്ത്യൻ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുന്നു. ഇതിലൂടെ ഒരു വലിയ പ്രതിരോധ വ്യവസായ ശൃംഖല ഇന്ത്യയിൽ രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഉയരുന്നത്. അതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ നേട്ടം. 70,000 കോടി രൂപയുടെ ഒരു കരാർ എന്ന തലക്കെട്ടിനപ്പുറം നോക്കിയാൽ ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വ്യവസായ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. കപ്പൽ നിർമ്മാണം, പ്രത്യേക ലോഹങ്ങൾ, വൈദ്യുത സംവിധാനങ്ങൾ, ശബ്ദതരംഗ നിരീക്ഷണ ഉപകരണങ്ങൾ, സങ്കീർണമായ യന്ത്രഭാഗങ്ങൾ, സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ, ആയുധ നിയന്ത്രണ സംവിധാനങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ വ്യവസായ ശൃംഖലയാണ് ഇതിലൂടെ വളരുക. അതായത് ഈ പദ്ധതി നാവികസേനയെ മാത്രം ശക്തിപ്പെടുത്തുകയല്ല, ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തെയും ശക്തിപ്പെടുത്തുകയാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യൻ കമ്പനികൾക്ക് പുതിയ സാങ്കേതിക വിദ്യ ലഭിക്കും. ഭാവിയിൽ ലോകരാജ്യങ്ങൾക്ക് പ്രതിരോധ ഉപകരണങ്ങൾ നൽകാനുള്ള സാധ്യത വർദ്ധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇത് സുരക്ഷയുടെ പദ്ധതിയും സാമ്പത്തിക വളർച്ചയുടെ പദ്ധതിയും ഒരേ സമയം തന്നെയാണ്. ഇതാണ് മോദി സർക്കാരിന്റെ പ്രതിരോധ മേഖലയിലെ വലിയൊരു തന്ത്രത്തിന്റെ മറ്റൊരു ഭാഗം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉപകരണം വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാത്രം കാണരുത്. ഇന്ത്യയെ ലോകോത്തര പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമായി മാറ്റുക, അതാണ് ലക്ഷ്യം. ഇന്ത്യ ഇതിനകം തന്നെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ വലിയ ശ്രമം നടത്തുകയാണ്. യുദ്ധക്കപ്പലുകളിൽ നിന്ന് പീരങ്കികളിലേക്ക്, വിമാനങ്ങളിൽ നിന്ന് റഡാർ സംവിധാനങ്ങളിലേക്ക്, പല മേഖലകളിലും ഇന്ത്യയുടെ സ്വന്തം നിർമ്മാണ ശേഷി അങ്ങനെ വളരുകയാണ്. അപ്പോൾ അതേ നീക്കം കടലിന്റെ അടിയിലേക്കും വ്യാപിക്കുകയാണ്. ഇതൊരു അന്തർവാഹിനി കരാർ മാത്രമല്ല, ഇത് ഇന്ത്യൻ സമുദ്രശക്തിയുടെ അടുത്ത അധ്യായമാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ അടുത്ത വലിയ ചുവടുവയ്പ്പാണ്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ്. അതിനാലാണ് ലോകം ഈ നീക്കത്തെ ശ്രദ്ധയോടെ നോക്കുന്നത്. കാരണം കടലിന്റെ ആഴങ്ങളിലേക്ക് ഇന്ത്യ ഇറങ്ങുമ്പോൾ അതിന്റെ പ്രതിധ്വനി ലോകമെമ്പാടും കേൾക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഈ നീക്കം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് ആരായിരിക്കും? മറ്റാരുമല്ല, തീർച്ചയായിട്ടും അത് പാകിസ്ഥാനും ചൈനയും തന്നെ. എന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ നിർണായകമാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ ആധുനിക അന്തർവാഹിനികൾ ലഭിക്കുകയും അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ശേഷി വർദ്ധിക്കുകയും ചെയ്താൽ ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ സമുദ്രതന്ത്ര കണക്കുകൂട്ടലുകൾക്ക് അതനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും. അതേസമയം ചൈനയുടെ കാര്യത്തിൽ ചിത്രം അതിലും വലുതാണ്. കാരണം ചൈനയ്ക്കും ഇനി രക്ഷയുണ്ടാവില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നാവിക സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വെള്ളത്തിനടിയിലുള്ള യുദ്ധശേഷി ശക്തിപ്പെടുന്നത് ചൈനയ്ക്കും ഗൗരവമായി കണക്കിലെടുക്കേണ്ടി വരും. കാരണം കടലിന്റെ മുകളിൽ എത്ര യുദ്ധക്കപ്പലുകൾ ഉണ്ടെന്ന് മാത്രമല്ല പ്രധാനം, കടലിന്റെ അടിയിൽ എത്ര ശക്തമായ സാന്നിധ്യമുണ്ട് എന്നതും നിർണായകമാണ്. എന്തായാലും ഈ ഒരു നീക്കത്തിന് പിന്നിൽ പാകിസ്ഥാനും ചൈനയും ഇപ്പോൾ വിറളി പിടിച്ച് നടക്കുകയാണ്. ഇതൊരു വമ്പൻ നീക്കം തന്നെയാണ്. ഇന്ത്യക്ക് ആകാശത്തുള്ളതുപോലെ തന്നെ കടലിനടിയിലും ശക്തമായ ഒരു നേതൃത്വം വേണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എന്തായാലും മോദി സർക്കാർ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.